ഹലോ ഗൈസ്. ഓനും പറയണ്ട. ഹലോ ഗൈസ്. അത് കരയടാ. ഓനോട് ചൂടാവാന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നുണ്ടല്ലേ. അന്ന് 3 വട്ടം കരയിപ്പിച്ച ടീമാണ്. അല്ല നിങ്ങളാ. ഞാൻ വീഡിയോ ഉണ്ടായില്ല. ഞാനൊരു വട്ടം അതുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞേ. ദുബായി കൂടെ പോകൂല, പക്ഷെ കടലുണ്ടി പോയി. എങ്ങോട്ടാക്കാ ശരിക്കും പോണേ? കോഴിക്കോട് ബീച്ചാ. വഴയല്ല, അത് കൊമന്റ് ആണ്. കൊമന്റ് ആരാ പറഞ്ഞ കൊമന്റ്? കൊമന്റ് സാനു. കൊമന്റ് കൊമന്റ് ഉറക്കം വരുന്നുണ്ടോ? നമ്പർ നോക്കിയപ്പോ എല്ലാരും അറിയും. കണ്ടപ്പ അപ്പനെ പറ്റി സാധനം പറഞ്ഞേ. ആയിലാന്റെ വിറ്റാണ് മോളെ ഇന്നലെ ഫുള്ള് ഉണ്ടായിരുന്നു. കോമഡി ഇന്ന് വരുന്ന വീഡിയോയില് കണ്ടോ? വീഡിയോ അതിലൊന്നുമില്ല. ഞാൻ കേറി കുന്നുമലെത്തിയ വീഡിയോ. ഇന്ന നോക്കണേനെക്കാട്ടി എല്ലാരും ഞാൻ നോക്കണല്ലോ. ഇന്ന ഒറ്റ പ്രാവശ്യം നോക്കിട്ടുള്ളൂ. എനിക്ക് ഒരൊറ്റ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒക്കെ കേൾക്കണ്ട കിട്ടി. പറയട്ടെ, കട്ട് ചെയ്ത് കൊടുക്കുക. ഹലോ ഗൈസ്. അടുത്ത വീഡിയോയില് അങ്ങനെ പറഞ്ഞാ മതി. ഇതാക്കൊന്നും വേണ്ട. എന്താക്കൊന്നും വേണ്ട. അങ്ങനെ ഒന്നും വേണ്ടല്ലോ. ഞാനത് വെസ്പാണോന്ന് ചോദിച്ചു. കാരണം ചോദിക്കാനുള്ള അതിന് വിഷമില്ല മോളെ. അതിന് വിഷമില്ല. അതല്ല, കാറിന്റെ പേരാ വിഷമല്ലെങ്കിൽ പുഷ്പല്ല, വെസ്പ. സ്കൂട്ടറിന്റെ പേര്. സ്കൂട്ടിന്റെ പേര്. യെസ്. അപ്പോള് നമ്മള് ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാന് 2 മണിക്ക് ചാലിയത്ത് പോകുന്ന 1:45 ചാലിയത്ത് പോകുന്ന ഓളെ കുറ്റം പറയണ്ടല്ലോ. ഓളെ കുറ്റം പറയണ്ട. ഇവന് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പറഞ്ഞിട്ട് ഓളോളെ പണി മാറ്റിൽ കഴിഞ്ഞില്ല. അപ്പൊ വരെ കുട്ടിയുടെ കാര്യമുണ്ട്. ഞാൻ എന്നെ ഇതാക്കാൻ ബാത്റൂമിൽ പോയി വിളിച്ച് ബാത്റൂമിലൊക്കെ പോയിട്ടാണ് എന്റെ അടുത്തേക്ക് വന്നത്. വെറുതെ തൊട്ടിലിടണോ? എന്നിട്ട് ആദ്യ കുട്ട ഉറങ്ങും പോനെ കയറണോ? കുട്ടി പാവാണ്. പറടി. നമ്മള് കോഴിക്കോട് പോവുക. അപ്പൊ എളീനോലൊക്കെ ആദ്യം തട്ട ഇടിച്ചിലൊക്കെ നിർത്തിയേക്കുക. മക്കളായാലും ഞാൻ നേരത്തെ എന്താ അറിഞ്ഞത്? ഒരു സാധനം വിളിച്ചതേ പറഞ്ഞപ്പന്റെ അതാ അപ്പന്റെ ടൈറ്റിനെ പറ്റി പറഞ്ഞു. ഉമ്മച്ചി ഇതിനിടയിൽ ഉപ്പച്ചിനോട് വിളിച്ചാണ്ട് നിങ്ങൾ എവിടെ എത്തി ചേച്ചി? അപ്പൊ ഉപ്പച്ചി ഒന്നും മുണ്ടില്ല. ഉപ്പച്ചി ഒന്നും മുണ്ടാണ്ട് വേറെ എന്തൊക്കെ സാധനം എത്തിയോന്നൊക്കെ ചോദിച്ചു. അത് ലാസ്റ്റ് ഇപ്പച്ചി അവരുടെ ചാലിൽ തന്നെ ആണെന്നുള്ള രീതിയിൽ ഇപ്പച്ചി ഒരു സൂചന എടുത്ത് ഇല്ല. കഴിഞ്ഞ് 2 കഴിഞ്ഞാണ് ഇപ്പച്ചി വീട്ടിലെത്തിയേ. അപ്പൊ സാലു ഉമ്മച്ചി വിളിക്കുന്ന മുന്നേ ഞാൻ ഇവിടെ വീട്ടിലെത്തിക്കണ്. കൊറേ നേരത്തെ എത്തിക്കണേ. ഫോണ് റിങ് ചെയ്യുന്ന ഓടുന്നറിയോ? ഗ്യാസും കുറ്റിന്റെ മേലാണ് ഫോൺ റിങ് ചെയ്യണേ. ഇമ്മ ഓടുന്ന ഫോൺ വിളിക്കുന്നത് അടക്കളയിന്ന് ലീവ്ന്ന്. എന്നാ കേക്കൂല എന്റെ ഫോൺ റിങ് ചെയ്താല് കേട്ട് ഇങ്ങനെ ഡയലോഗ് പറയാ. എന്നിട്ട് സാലു എന്ത് അറിയോ? സാലു ഉമ്മച്ചിനെ പറഞ്ഞു ഇപ്പച്ചി വന്നിക്കണ് പറഞ്ഞു.
ഉമ്മച്ചി എടുത്തേക്കറ ആ പൊട്ടനല്ല എന്നോട് പറഞ്ഞ ചായത്താണ് ഇത്. ഇജ്ജ് പറഞ്ഞിട്ട് എങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. നിങ്ങൾ വേറെ വ്യാപ്പണ്ടാ എന്നിട്ട് വേറെ ഇട്ടേക്കണോ സാനിയ? എന്നിട്ട് ഞാൻ ഉപ്പച്ചിനോട് പറയും, സാലു ഉപ്പച്ചി ഞാനും കൂടെ ഉപ്പച്ചിനോട് പറയാ ബാവൊക്കെ പറഞ്ഞ വെച്ചാല് കുറച്ച് കേട്ടി പറഞ്ഞായിരിക്കും, പക്ഷെ ഷായില പറഞ്ഞ സത്യം അല്ല. എന്നോട് കാക്കിയ പറഞ്ഞു നോക്കടാ പറഞ്ഞാ നിനക്കറിയാം. കാരണം എന്താ ഇന്റെ മുത്ത് അങ്ങനെ ഒന്നും പറയില്ല. ആ തന്നെ നിങ്ങക്ക് തോന്നാണ് അങ്ങനെ പറയണ കാര്യം പറഞ്ഞേ കള്ളം പറഞ്ഞോക്കമ്മച്ചി. ഞാൻ ഉപ്പച്ചി ഉദ്ദേശിച്ചല്ല. ഇന്റെ തലി തൊട്ട് സത്യം ചെയ്ത ഇന്റെ തലി തൊട്ട് സത്യം ഇന്റെ തലി തൊട്ട് സത്യം ചെയ്ത അതറിയട്ടെ. ഏത് പൊട്ടനടി എനിക്ക് അത് ഏത് പൊട്ടനടി പറയ്. അതേതാ അത് അറിഞ്ഞിരിക്കുന്നല്ലോ. അതിനും നല്ലത് സമ്മതിക്കണ ഇപ്പച്ചി കുഞ്ഞാവാ ഇപ്പച്ചി വിശക്കണുണ്ടെന്ന് പറഞ്ഞാണ്ട് ഇളിഞ്ഞിക്കാണ്ട് കഴിക്കാൻ പോകും, ഫുഡടിക്കാൻ. ഇപ്പച്ചി ഫുഡ് മേടിക്കാൻ പോകുന്നു. ഇക്കും വേണം കേട്ടോ, ഇക്കും വേണം. മേടിക്കേ എന്താ വാങ്ങണപ്പാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതിൽ കുറേ കടികളുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടി? നിങ്ങൾക്ക് എന്താ വേണ്ടി? അതാ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഉമ്മച്ച് പറയുമ്പോ വിശക്കുമ്പോ തിന്നണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് മേടിച്ചുളിപ്പാ. നിങ്ങള് മേടിക്ക്, നിങ്ങള് ഉള്ള മേടിക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര മേടിക്ക്. നമ്മള് മേടിച്ചു തരും, നമ്മള് മേടിച്ചു തരും. അങ്ങനെ സാലുവിന് 120 പോയിട്ടോ. ജിപേ അയച്ചാ മതി. ഞാൻ അയച്ചു തരും. ഇല്ല, ജിപേ അയച്ചാ മതി. ഞാൻ ആ ബാങ്കില് സാലു ജിപേ തന്നിട്ട് സോമനായ കോഴിക്കോട് എത്തിയിട്ടില്ല. പാർക്ക് എന്തിനാ? അതാണ്ടാ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് എന്തോ ഒരു ടെൻഷൻ അല്ല, ഇളിയാണോ എന്താ അറിയില്ല. ഒരു ഹാപ്പിനെസ് ഫേസിൽ കാണുന്നു. വൈ ഡാഡ് വൈ എന്ത് അതാണോ പ്രശ്നം? ആണോ അതിന്റെ ശേഷമാണ് ഇപ്പൊ ഉണ്ടായത്. നമ്മള് ഓരോന്ന് കഴിച്ചപ്പോൾ ഇവള് 2 3 കട്ട്ലേറ്റ് ഞാൻ എല്ലാത്തിനും രക്ഷണം കണ്ട. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് റൈറ്റ് അല്ല ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റടാ. ഫുള്ള് ബാക്കിലോട്ടോ ഒന്നും കിട്ടിയ ഒന്നും. അപ്പൊ അതിനെ ഫേസ് മറക്കാലോ. ഞാൻ വണ്ണിലാട്ടോ എടുക്കണേ. വണ്ണിലിട്ടോ ഞാൻ നടക്കുമ്പോ കൊയ്യാടിട്ടോ. ബീച്ചിലെത്തി എടുക്കണം. അപ്പൊ ബീച്ചിലെത്തി എടുക്കാം. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങള് കോഴിക്കോട് ബീച്ചിലെത്തി. നമ്മളെ വള്ളത്തിൽ വെക്കാനാ മോയെ. വെള്ളത്തിൽ വെച്ച് കൊടുക്കാനാ. കുഞ്ഞാ വെച്ചോ?
ആ മൈക്ക് മേടിക്കാം. എന്റെ ഷൂ ആണ്. ഓടി തൊടുന്നില്ല. അത് കേൾക്കണ ഈ മക്കളോ ഒരു ബൈക്ക് ഒന്നുകൂടെ ഒരു ബൈക്കൂടെ കരിഞ്ഞ മോന് അങ്ങനെ മോൻ കരിഞ്ഞോ? ഷോക്സ് ഇട്ട് കൊടുക്കില്ലല്ലോ. അതുമോ കരഞ്ഞു. പോയി വള്ളത്തിൽ പോയി. ഇവരിവിടെ മുണ്ടണൊന്നല്ലേ അതൊക്കെ ആദ്യം ക്യാപ്പ് ചെയ്യാൻ അവിടെ വെക്കാക്ക ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നാ പോരെ എല്ലാവർക്കും. ഓനെ കളിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളോട് കൊണ്ടുവന്നിട്ട് കളിപ്പിച്ചാ പോരെ. കുറച്ച് ഓവറുണ്ട്. ഇതൊക്കെ വള്ളത്തിലിട്ട് മുക്കിക്കാളും ഞാൻ തന്നെ മാണ്ടില്ലാന്ന് വേണ്ട. കയ്യായി ഞാൻ വിചാരിച്ചു കയ്യനി ഞാൻ വിചാരിച്ച കാലാണ്. തുടിച്ചാ ഞാൻ എടുത്തുകൊണ്ട് ഓളെ വള്ളത്തിൽ കിടട്ടെ. പിടിച്ചാ തുടിച്ചാ ഞാൻ ഓളെ വള്ളത്തിൽ ഇടട്ടെ. അല്ല ഒന്ന് അല്ല നമുക്ക് കെട്ടഞ്ഞും കെട്ടാലോ. അതുപോലെ അതുമ്പോ നോക്കണുണ്ട്. ടീംസ് അവിടെ എന്താ കാര്യമില്ല. ഒറ്റ വലിക്ക് വെള്ളം എടുത്താലോ. കോഴിക്കോട് ബീച്ച്. കഴിഞ്ഞു കഴിഞ്ഞോ കഴിയും. എന്നെ കൊണ്ട് പറ്റൂ. നോക്ക് ട്രൈ ചെയ്തോക്ക്. ഞാനും ഉണ്ട് എന്റെ കൂടെ. ഓക്കെ ഓളെ ഷെയിമാക്കണോ? അതാണ് പറ്റും. ഉന്നാൾ മുടിയും തമ്പി അനക്ക് കേറാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്താൽ കേറാൻ പറ്റണം. ഫിറ്റ് ആണോ നിങ്ങളുടെ പ്രശ്നം? അങ്കേ കൂടെ പോണ്ടി വെച്ചൂടെ? എന്താണ് നിങ്ങൾ കയറിക്കണമ്മ? നിങ്ങളെ ഫിറ്റ് ഏതാന്ന് അതിൽ കൂടെ മനസ്സിലാക്കാം. കയറിയേക്കാ കയറിക്കണമ്മ. നിങ്ങളെ ഫിറ്റ് നോക്കണം. നമ്മളെ ഫിറ്റ് കറക്റ്റാ. ലാസ്റ്റിൽ നിങ്ങൾ പോവും. കയ്യൂലാന്ന് ഞാൻ പറഞ്ഞേ. ഇല്ല പറഞ്ഞേ. കയ്യൂലാന്ന് ഞാൻ പറഞ്ഞേ. ഷർട്ട് റെഡി.
അതല്ല ലാസ്റ്റിൽ നോക്ക്. ആ ലാസ്റ്റത്തെ എടാ ആയിക്കൂടെ പോകുന്നടാ. ഷാ ഡി അല്ലോ എന്തിനീ അത് മോനെ എന്തിനീ പേടിച്ചിട്ട് നോക്കാം നേരത്തെ വെച്ചിട്ട്. ഫോട്ടോ എടുത്താലോ? ഓനോട് ചോദിച്ചോ എത്ര 100 എടുത്താലോ? രസമായിട്ട് എടുത്താലോ? വാ നോക്കാം, എടുത്തോക്കാം. റെട്രോ സെറ്റപ്പ് അല്ലേ? വീഡിയോ 4 അതിലെടുത്താലോ? എൻ്റെ കുടുംബം എന്നുള്ള എൻ്റെ ഫോണ് സാലിൻ്റെ എടുത്ത് എടുക്കാം. രസമുണ്ടോ? അതിലെല്ലാം രസമുണ്ടോ? ഫോട്ടോ എടുക്കുമ്പോ ഒരു പത്ര കട്ടിങ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാം. രസമുണ്ടോ? അതിലെടുക്കാം. വാ എൻ്റെ ഫോൺ ഓൻ്റെ ഉണ്ട്. ഫോട്ടോ എടുത്ത് ഫോട്ടോ ഒക്കെ വരും. ഒന്നുകൂടി നിൽക്കണം. ഒന്നുകൂടി അത് എന്തോ റെഡി ആയില്ല. ഫോട്ടോ ഫോട്ടോ ആ ക്ലോസ് ചെയ്തോ. ഇതാണ് മറ്റേ നമുക്ക് എടുക്കുന്ന ഫോട്ടോ. എൻ്റെ കൊച്ചു കുടുംബം നൈസ് വർക്കാണ്. അടിപൊളിയല്ലേ? അപ്പോൾ കാലിക്കറ്റ് വരുന്നവരാണെങ്കിൽ ബീച്ചിൽ വരുന്നവരാണെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് നമ്മളെ ഓപ്പറിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ബീച്ചിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നല്ല വൃത്തിക്ക് സാധനം കൊണ്ട് ഫ്രെയിം ചെയ്യിപ്പിക്കണം അല്ലേ? അപ്പോൾ എല്ലാവരും മാക്സിമം ഓരോരുത്തർ പോയി കണ്ട് ഫോട്ടോ എടുക്കുക. അത് ഓരോരുത്തർ കാണിച്ചു കൊടുക്കാം. അടിപൊളിയാണ്. അപ്പോൾ ഇല്ലേ അടുത്ത് എങ്ങനെ അറിയോ? നേരെ അവിടെ തോണിയിലിട്ടോ. ചെറിയ തോണിയമ്മ, ചെറിയ തോണിയാണേ, സീനില്ല. പോവാ സ്ഥലം എന്താ പറഞ്ഞാല തോണി 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 ഇപ്പൊ ചേർന്നോ? സാധനം ഈ കയറണോ? സാധനം ഞങ്ങൾ 3 ആള് കയറിക്കോളി. നിങ്ങൾ 3 ആള് കയറി. തലവേന ചെറുതാണ്, പേടിയുണ്ടല്ലോ. ചെറുത് എന്നാലും കുഴപ്പമില്ല, കയറിക്കോളി. ആ വെള്ളത്തിന് നോക്കിയോ? ഫ്രിഡ്ജിലല്ല, വണ്ടിയിലാണ് ഉദ്ദേശിച്ചത്. ഫ്രിഡ്ജിലത് തോന വെള്ളം. ഡബിൾ 4 കൂടി വേണം, എന്നാലാണ് അതിന്റെ ഒരു ഹരം കിട്ടുള്ളൂ. ചേർക്കരുത്, അത് പേടിയല്ലേ? ഇതുമ്പോ കയറാൻ പേടിയില്ല. എല്ലാവർക്കും ആണല്ലോ ഇതിന്റെ ഡബിൾ 4 കുട്ടികളെ സാധനമാണെങ്കിൽ പേടി. അങ്ങനെ പറയരുത്. ഞാൻ കയറും, പക്ഷെ അത് ചെറുതാണ്. ഹലോ, ഇന്നെ കൊല്ലാൻ വരേ, നിർത്തടാ. വലുത് കയറി നമുക്ക് അവിടെ പോകും. സഭാ സ്ക്വയറോടെ പറയും. കോട്ടൊക്കെ കാണും സഭാ സ്ക്വയർ. ഞാൻ പറഞ്ഞേ യന്ത്രൂഞ്ഞാല് ഉണ്ടല്ലോ സഭാ സ്ക്വയറിൽ. സഭാ സ്ക്വയറിലും അമ്മക്കൊക്കെ 5 മിനിറ്റിന് മതി. റിട്ടേൺ കൊടുത്താ വാങ്ങൂര്. 50 റുപ്യക്ക് വാങ്ങിയാണ്ട് റിട്ടേൺ എടുക്കല്ലേ? 40 റുപ്യക്കൊക്കെ തന്നാലും നമുക്ക് ലാഭമാണ് അല്ലേ ശൈല? 10 മിനിറ്റ് മെജിക്ക് ചായ. അപ്പൊ ഞാൻ അങ്ങനെ പിടിക്കുക. എന്റെ ചായ ഇത് സാധനം എന്നാ
ചൂടുണ്ട് അങ്ങ് ചായ മേലിട്ട് നല്ല ചൂടുണ്ട്. അപ്പൊ ഇന്റതോ അപ്പൊ അതാർക്കാ കട്ടെ നല്ല ചോറുള്ള ചായ എന്ത് ഇത് കുടിക്കണ്ട ഞങ്ങള് കുടിക്കും കണ്ടോ അല്ലമ്മ ഇങ്ങനെ പിടിച്ചാൽ എന്താ കല്ലുമ്മക്കായ തലശ്ശേരി കല്ലുമ്മക്കായ എന്താ വേണ്ടി തലശ്ശേരി കല്ലുമ്മക്കായ തലശ്ശേരി കല്ലുമ്മക്കായ ഇപ്പൊ തുറക്കലല്ലോ വെള്ളത്തിന് ബോട്ടിലാകാം ഒന്ന് തിന്നോക്കട്ടെ ഒരു കടിയിട്ടാ ചൂടുണ്ടോ ടേസ്റ്റ് ഉണ്ടാ ഞങ്ങളങ്ങനെ കോഴിക്കോട് ബീച്ചിൽ വന്ന് കോയൽ നിന്നാണ് കോയലല്ല കോയൽ കോയലല്ല കോയൽ വേണ്ട പറഞ്ഞ ആളാണ് തിന്നണേ എനിക്ക് വേണ്ട പറഞ്ഞല്ലേ പിന്നെ നീ തിന്നു ഇപ്പൊ കാക്കൊരു കോയൽ വാങ്ങിച്ചു തരുമോ പഠിച്ചോനെ വയറിളക്കം പിടിക്കണത് വരാൻ കൊടുത്താ ഒഴിഞ്ഞൊഴിവാക്കി എന്താ താനോ എന്റെ കുട്ടീന്റെ പാല് വല്ല ചേക്കുണ്ടോ അതിന് പിന്നെ കിട്ടിയതിനു വെച്ചാൽ മതിയുണ്ട് കാട്ടിപ്പോയാല് പൊടിക്കമ്പനി കൊടുത്താൽ അതിന് കുടിച്ച അതിന് ദാദുവിന് വാങ്ങിയതല്ല സാലുവിന് വാങ്ങിയതാ കെട്ടിപ്പിടിച്ചെടുക്കാനേ. ആണല്ലോ എന്താ സാലിന് സായിലൊക്കെ ഇത്ര തേച്ചു അനക്കത് എത്ര തേച്ചു അവനോട് അനക്കത് എത്ര തേച്ചു അവനോട് ഏതാ കോയിലില്ല നമ്മള് വേറെ വാങ്ങൂലേ അല്ല നമ്മള് വേറെ വാങ്ങൂലേ കോയൽ വാങ്ങിയല്ലടി അങ്ങനെ പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞു അടിച്ചത് നേരത്തെ വെള്ളം വലിയ പീസിതാ കുട്ടി കൊടുത്തതാ കുട്ടി കാണോ ഈ ചുറ്റുമണിക്കാണോ ഈ ചുറ്റുമണിക്ക് വേണോ ആദ്യം അതിന്റെ കൂടെ ഇല്ല നോക്കി പിന്നെ അവിടെ എന്താ ഉള്ളത് ആ നീലപ്പെട്ടിയാ അതെന്നെ തലയില എണ്ണ അന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞങ്ങളെ സാധനങ്ങൾ പിടിക്കാനാ അല്ലേ നമ്മളിങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാ നമ്മളെ സാധനങ്ങളൊക്കെ പിടിക്കാനാ അല്ലാതെ നമുക്ക് ബീച്ച് കാണാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ ഞാനാദ്യം കുടിച്ചു വെള്ളം ഇറക്കണം വെച്ചേക്കണേ വെള്ളം ഇറക്കണില്ല അത് കിട്ടൂല അത് കിട്ടും നിന്റെ കൈ പോയി ഉമ്മച്ചി കളിക്കുന്നു ഉമ്മ കളിച്ചാണി നമ്മള് 200 രൂപ നമ്മള് കസാല ഇരിക്കുന്ന കുഴപ്പമില്ല നമ്മള് എന്താ ഇപ്പൊ നമ്മള് ഉദ്ദേശിച്ചില്ലേ ഇതെന്താ എന്ത് എന്തറിഞ്ഞേ എന്താ നമ്മള് കസാല ഇരിക്കുകയാണ് ഒരു ഏരിക്കോ ഫുഡൊന്നും കഴിക്കാണ്ട് ഇരിക്കണേ
അങ്ങനെ ഇപ്പച്ചി വെള്ളം കുടിക്കണ കണ്ടോ ആരെങ്കിലും? ചായയിലൊക്കെ കുടിക്കാനുള്ള ആളെ കിട്ടിയില്ല. അതിനെന്തിനാ എനിക്ക് മോനെ? അനക്കെന്തിനാ എടുത്തോ ചോദിച്ചു വാങ്ങണെന്തിനാ? ഈ നോളിക്കുന്ന വെള്ളം തീർന്നിന് എനിക്ക് വേറെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ വേറെ അവിടെ പോയി മേടിച്ചെന്നാ വെച്ചോ. ഞാൻ ചെയ്തോണ്ടാ എപ്പോ ചോദിച്ചോളാം. 20 ഉറുപ്പ്യ വിട്ടായിരുന്നു. എന്റെ അടുത്ത് പിടിക്കാൻ തന്നാ 10 ഉറുപ്പ്യ. ഇത് അത് എന്റെ പൈസ തന്നെ അല്ലേ? 100 ഉറുപ്പ്യല് ബാക്കിയുള്ളതാ. അപ്പൊ താങ്ക് യു. ബാക്കിയുള്ള പൈസ തന്നീന് താങ്ക്സ്. ബാക്കിയുള്ള പൈസ ഞാൻ കൊണ്ടുവന്നത് തനി മോയാ. ആയിക്കോട്ടെ. 100 ഉറുപ്പ്യ ഒന്നായിട്ട് വേണോ? അവിടെ കൊണ്ടിട്ടാ ശൈല. അതാ അതാ അവിടെ കൊണ്ടിട്ടാ. അവിടെ കൊണ്ടിടും. ഇല്ല കൊണ്ടിട്ടു. എനിക്ക് ഇങ്ങനത്തെ തോക്കാണടി. മുകളിൽ വെച്ച് പോന്നാ മതി. നീളമുള്ള തോക്ക്. എന്നാ അതാക്കണേ അപ്പുറം. എന്നാ ഇവിടെ കൊണ്ടിട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടിട്ട് മുകളിൽ ഇങ്ങനെ വല്ല അവിടുന്ന് വായിച്ചില്ല. അപ്പൊ അവിടെ ഇടണോ? ഇതെന്താ ഇങ്ങനെ? പുട്ടുന്ന് 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 ഞാൻ കൊണ്ടിരുന്നു. അതിലെ മോളിൽ വെച്ചുകൊടുത്താൽ എന്നാ ഞാനും വരാം. പോവാ നീങ്ങാ. അങ്ങനെ നീങ്ങാ. ജോലി ഇരുന്നോട്ടോ. നന്മയുള്ള ലോകമേ കാത്തിടുന്നു കാട്. അതിലിട്ടോ. അതിന് വേഗം ഇട്ടടാ. അങ്ങനെ നന്മ ചെയ്തിട്ട് വരുന്ന കിങ് 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 മല്ലൂസി. നന്മ ചെയ്തിട്ടുള്ള ഇവിടെ പറഞ്ഞട്ടാ ഇത് മുതല്. അപ്പൊ ഞാനും റിജും മുതല്. എന്തായാലും മൊയലല്ല പോടാ. മൊയല് നല്ല സാധനം പറഞ്ഞ മൊയല്. അവനോട് മുണ്ടൂല പറഞ്ഞേ. അന്റെ തൊള്ളക്കോടെ പോയി. അന്റെ തൊള്ളടെ പോയി പറയ്. എന്റെ തൊള്ളടെ പോയി. ഇരുന്ന് നോക്ക് വാക്കാൻ പോന്നു. വാ കുട്ടിയെ ജോലി ഇരുന്നോട്ടെ. വല എത്തിക്കോ. അവരോട് പറഞ്ഞോളാം ഇവിടെ വന്നിട്ട്. അല്ല ഞാൻ ആ കുട്ടീനെ എടുത്തിക്കണ്ടപ്പോഴേ അവിടെ ഇരുന്നുണ്ടോ. നീച്ചെടുത്തപ്പോ നന്മയുള്ള ബ്രൈകുട്ടി കാത്തിരുന്നു കാടുവാൻ. ബ്രൈകുട്ടി ഇതന്നെയല്ലേ പിള്ളേരെ കാണുമ്പോ നീച്ചു കൊടുക്കണം. അത് നമുക്ക് പോവാ. എന്റെ മാവന്മാരൊന്നും ശരിയല്ല. അവിടെ നോക്ക്. രക്ഷിക്കുന്നുള്ള രീതിയാണ്. അത് വാങ്ങ. അതിനെ വാങ്ങ്. ഞാൻ ഉറപ്പിക്കും. കമ്പനി കൂട്ടൂല. എനിക്ക് ഇങ്ങനത്തെ അവസരങ്ങളിലാണ് മുതലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ മുതലാക്കണം. അതിന്റെ അടുത്തേക്ക് വരാൻ അതിന് തീരെ ഇഷ്ടല്ല. നീ കൊടുത്താളുകൾ ഇടുകീനി.
എന്റെ ശബ്ദം കേട്ടിട്ടാണ് അല്ല സൗണ്ട് എന്ത് സൗണ്ട് അല്ല ഫീച്ചർ അടാ കിട്ടുമ്പോ സായില എവിടെ വാ അനക്ക് ചടക്കുണ്ടാ ഇല്ലല്ല അനക്കെന്താ തോന്നിന് പറയ് ഇമ്മെന്താ പറഞ്ഞ ബാക്കിലേത് കുട്ടികളെ കുറച്ചൊക്കെ മതി ഓൾക്ക് ചടക്കിയുണ്ട് അത് പൊളിഞ്ഞില്ലേ എനിക്ക് ഞാൻ കേട്ടിട്ടില്ല എന്നല്ലേ ഞാൻ കേട്ടിരുന്നു അടക്കിട്ടോ അങ്ങനെ ഷായില കുട്ടീനെ കൈമാറിയാണ് ഊക്ക് മേടിക്കാൻ എന്താ ഒന്നും മുണ്ടില്ല പറഞ്ഞു കൊടുക്കേ ഷായിൽത്താത്തതാ ഊക്ക് മേടിയത് ഷായിലിനെ കാണിക്കും ഷായിലിനെ ഫോക്കസ് ചെയ്യും കഴിയൂല എന്ത് എന്തിന് പിന്നെ ഇത്ര നേരം പിന്നെ എന്നെ അതില്ലേ കളിയാക്കാന് എന്തെങ്കിലും വെറുതെ ഒരു കാരണം എനിക്ക് മോയാ സായില നമ്മക്ക് ഉണ്ടോ കൊന്നാകാം ബല് പോയിക്കോട്ടെ ഞാൻ എന്റെ അതെ ഞാൻ ഓള് പറഞ്ഞിട്ടില്ലേ നമ്മളാവും ശരിയില്ലെന്ന് ഷായില് ഊക്ക് മേടിച്ചിട്ട് കൊഴങ്ങിയിരിക്കുകയാണ് കുട്ടീനൊക്കെ കൊടുത്ത് സ്വസ്ഥായിട്ട് നടക്കണോക്ക ഇങ്ങനെ പോണ് ഷായില പറയണ്ടോ ഇച്ച് പേരേക്ക് പോവാ ബാക്കി ആവട്ടെ കിട്ടണൊക്കെ അല്ല അനക്ക് കിട്ടാൻ അന്ന് മാക്സിമം എങ്ങനെയൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്യും എന്നിട്ട് നമ്മൾ പോകുള്ളൂ ഇജ് എന്തോ പറയാത്ത മുണ്ടാക്കണേ ഇജ് എന്തേലും പറയും എന്തേലൊക്കെ പറയും വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന പറയും ഏതോ ആളാ ഓഫാക്കിട്ടാണീ ആൾക്കാരൊക്കെ നമ്മളെ നോക്കുന്നത് അതിലൊക്കെ ചടിക്കുന്നുണ്ടോ ഞാൻ പിടിക്കാം അങ്ങനെ പിടിക്കല്ലേ അങ്ങനെ പിടിക്കല്ലേ അങ്ങോട്ട് വാ ഇല്ല ഓഫാക്കി അങ്ങോട്ട് വാ നടക്ക് ഞാൻ നടക്കും ഷായിലക്ക് കുറവായി ഷൈയായി വളരെ ചവിട്ടൽ ഷായില എന്താ ഷായില അവിടെ കുഴിച്ചിട ഇവിടെ കണ്ടിരിക്കുക അവിടെ കുഴിച്ചിട ഇവിടെ കണ്ടിരിക്കുക ആ പച്ചക്കുപ്പായോ ബ്ലോഗറാണ് ഇത് നമ്മൾ ഒളിക്യാമറ വെച്ചതാണ് ഒന്നും സംസാരിച്ചില്ല ഞാൻ സംസാരിക്കാം ഞാൻ എന്തൊക്കെ പറഞ്ഞു ഇതിന് രോമം പിടിച്ചു എന്താ പറഞ്ഞു പാട്ടാറിനെ ചായലല്ലേ ഇതുവരെ ഒക്കെ ചടക്കില്ല ഇറക്കുമൊക്കെ ചടക്കിട്ടല്ലോ ഞാൻ എന്നോട് എന്താ പറഞ്ഞേ എന്റെ കൂടെ കൂടിക്കോന്ന് പറഞ്ഞു രക്ഷപ്പെടുത്തിയത് ഇപ്പൊ എന്തായി അനുഭവിച്ചോ അങ്ങട്ടാ പോണേ കാണിച്ചാ കേട്ടോ എനിക്ക് ഈ അയിനാണ് ഇവിടെ സഹിക്ക ഈ അയിന് അതിന് പറയൂലേ ഷായിലെ പാവാണ് അതോ ഓള് ഒളിഞ്ഞ് കിടപ്പിച്ച് ഇപ്പൊ മാറിക്കൊടിപ്പാ ഷായില വാ നടക്കൂന്നേ നടക്കൂ നടക്കൂന്നേ നടക്കൂ ചോദിച്ചേ അതന്നെയാണ് പെട്ട് ഓക്കെ ബുക്ക് രചിട്ട് ആളിന്നെ പിടിക്കാണ് മുറുകി പിടിക്കണേ ഉമ്മച്ചി ഉമ്മച്ചി കുടുംബശ്രീ ഉണ്ട് എന്തൊക്കെ സ്വരൂർ അവിടെ കെടുക്കണോക്ക ഇങ്ങനെയൊക്കെ കെടുന്നാണ് കാലൊക്കെ ഇങ്ങനെ എടുക്കതാ ഇങ്ങനെ എടുക്ക എന്റെ ബേബിയാണ് എന്റെ ബേബി അപ്പൊ ഞാൻ കാണിച്ചു ചുട്ടുപടി അവിടെ നല്ലപോലെ എടുക്ക് സാലുമോനെ പാവാണ് എടാ എന്തൊക്കെയാണ് ഈ കളിക്കുന്ന സാലോ വണ്ടി ഉണ്ട്
ഞാൻ കുറച്ച് പാലെടുക്കട്ടെ. കഴിഞ്ഞ നിങ്ങളെ കുടുംബശ്രീ മീറ്റിംഗ് കഴിഞ്ഞ ആരെ കുറ്റം പറഞ്ഞേ? ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ആരും കുറ്റം പറഞ്ഞിട്ടില്ലോ.